ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചി തന്നെയാണോ? ഞാനും മോനും കൂടെയാണ്. എന്നെ ഇരുത്തിയിട്ടാണ് അവൻ ചെയ്യുക. ചേച്ചിയുടെ അക്കൗണ്ട് അവന്റെ ഫോണിലുണ്ട്? ഇല്ല, എൻ്റെ കയ്യിൽ തന്നെയുള്ളൂ. ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോഴാണ് ഇടുന്നത്, അല്ലാത്ത സമയത്ത് ഞാനാണ് എടുത്തത്. കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കാറുണ്ട് ചേച്ചി മുഴുവൻ? വായിക്കും, നമ്മൾ ഒരു രസമാണല്ലോ അമ്പാടി എന്നുള്ള വിളിപ്പേരൊക്കെ ഞാൻ വായിക്കാറുണ്ട്. എന്താണ് അമ്പിയക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, സാർ ഗ്ലിസറിൻ കിട്ടിയിട്ടില്ല, കരയായിരുന്നു. പിന്നെ ഒരു വരവ് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഗ്ലിസറിൻ ഉണ്ടെങ്കിലേ നിങ്ങൾ കരയുള്ളൂ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭർത്താവ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കരയുന്നു? ഞാൻ വാവിട്ട് കരഞ്ഞ്. അമ്പിളിച്ചാട്ടനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പിളിച്ചാട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഒരു 10-16 പടങ്ങളും ചെയ്തു, ഭാര്യയായിട്ട് മാത്രം. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് അമ്പിളിച്ചാട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് പോകണം, എൻ്റെ അപ്പം അമ്മൂമ്മ മരിച്ചു പോയതാണ്. അപ്പം വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, അവസാനമായിട്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിലെ കൺട്രോളോട് ചേട്ടനാണ് ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കിത് ചെയ്യണ്ട, എനിക്ക് പോയാൽ മതി. ഇപ്പം എന്താ അമ്മൂമ്മ എന്തോ റബ്കോ വെളിച്ചെണ്ണ വെച്ച് കുളിക്കുകയാണ് അല്ല അംബിക, അവരെ കുളിച്ച് കിടന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പം ചേട്ടാ ഇത് ഇടയ്ക്കിടയ്ക്ക് റബ്കോ ലാസ്റ്റ് ഡയറക്ടർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. മക്കളുടെ പേര്? മൂത്താള് ദിവ്യ, രണ്ടാമത്തെ ആള് റോമി. റോമി രണ്ടുപേരും സമയല്ലേ? റോമി അത് അങ്ങനെ രണ്ടുപേർക്ക് ഡിഫറെന്റ് പേര്. ദിവ്യ വിദ്യ എന്നായിരുന്നു പേര്. ചിലർക്ക് ആര് അച്ഛൻ ഹിന്ദു എന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. റോമി ചന്ദ്രമോഹൻ നായുണ്ട്. അപ്പം എല്ലാവരും അമ്മ ക്രിസ്ത്യൻ ഫാമിലിയാണോ എന്ന് ചോദിക്കാറുണ്ട് അവളോട്. അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചന്ദ്രമോഹൻ, അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു പൊസിഷനിൽ ഇരുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു. അതെനിക്കൊന്ന് അന്ന് നാനയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതിൽ ഫിലിം മാഗസിനിലൊക്കെ അംബികാ മോഹൻ അമ്മവേഷത്തിൽ കൂടുതൽ ക്യാരക്ടർ ചെയ്ത് അമ്മമാരിൽ ഒരാൾ ഞാനായിരുന്നു. എന്നെ ഇങ്ങനെ കാണിച്ചിരുന്നു, ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വെൽക്കം അംബികാ മോഹൻ. അംബിക ചേച്ചി സ്വാഗതം. എനിക്ക് തോന്നുന്നു കുറെ വർഷം മുന്നെയാണ് കണ്ടിട്ടുള്ളത്. കുറെ വർഷം മുന്നെയാണ് കണ്ടിട്ടുള്ളത്. 10-12 വർഷമായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇന്റർവ്യൂവിന് വന്നപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചി തന്നെയാണോ? സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. പലരും പറയുന്നു ഡാൻസ് എന്നൊക്കെയാണ് ചെയ്യുന്നത്, ചിലർ പറഞ്ഞു ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. ചേച്ചിയല്ല, ഞാനും മോനും കൂടെയാണ്. എന്നെ ഇരുത്തിയിട്ടാണ് അവൻ ചെയ്യുക, പക്ഷെ അവനാണ് എല്ലാം നോക്കുന്നത്. ഈ മറുപടികളൊക്കെ കൊടുക്കുന്നത് മോനാണ്. അത് ഞാനും ഇടും ചിലപ്പം. എപ്പോഴും മോൻ എൻ്റെ അടുത്ത് ഇല്ല, ഓൾറെഡി അവൻ വരുമ്പോഴാണ് ഇത് ചെയ്തു തരുന്നത്. ബാക്കി ഇടയിലൊക്കെ ഞാനും ഇടും. അപ്പൊ ഈ റീലുകൾ ഇടുന്ന ഈ സോങ്ങുകളൊക്കെ ടാഗ് ചെയ്ത് സോങ്ങൊക്കെ മോൻ തന്നെ കണ്ടുപിടിച്ചത്? അടിപൊളി സോങ്ങൊക്കെ അവനായിടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്നതാന്നൊക്കെ ചോദിക്കും. കമന്റ് ഒക്കെ ചേച്ചി വായിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ വെച്ചാൽ മോനും ഞാനും കൂടെ എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു അവൻ അമ്മയുടെ അടുത്ത് ഉള്ളതിനെക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിലാണ് കളിയും ബഹളവും എല്ലാ ഇതൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെ ഉണ്ട്. എനിക്ക് അമ്പാടി എന്നൊരു വിളിപ്പേര് തന്നെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടതാണ്. വയസ്സ് 60+, ജോലി ആക്ട്രസ് ആണ്, ഹോബി സിനിമയിൽ അഭിനയിക്കാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് യുവാക്കളെ ഞെട്ടിക്കുന്നത് ഫോട്ടോ വെച്ചിട്ട്. പക്ഷെ വയസ്സെന്നുള്ളത് നമ്മളിപ്പോ ഞാനും മോനും കൂടെ കുടുംബം വയസ്സ് ഞാൻ നോക്കാറില്ല. ഞാൻ അവന്റെ ഒപ്പം തന്നെ പ്രായത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ഞാൻ കേറി നോക്കുമ്പോൾ മില്യൺ വ്യൂ ഒക്കെയാണ് പലതിനും വരുന്നത്. ഓക്കെ ചേച്ചി, നമുക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് ശരിയാണെന്ന് 24-25 വർഷത്തോളമായി. 25 വർഷം ആകാൻ പോകുന്നു. ഒരു വലിയ കാലയളവാണല്ലേ? തീർച്ചയായും എന്നെ പോലത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാലയളവാണ്. കാരണം ഞാൻ പെട്ടെന്ന് വന്ന ഒരാളാണ് സിനിമയിലേക്ക്. വന്നു, അവിടെ നിന്ന് ഇത്രയും വരെ പിടിച്ചു നിൽക്കുക, ഇത്രയും വരെ ജനങ്ങൾ എന്നെ സ്നേഹിക്കുക, അതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം തന്നെ. തീർച്ചയായിട്ടും എനിക്ക് സിനിമയിൽ വരാൻ ഒരു ഭാഗ്യം വേണം, വന്നിട്ട് പിന്നെ നിൽക്കാൻ വേറൊരു ഭാഗ്യം വേണം. അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു, എനിക്ക് പലതും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ വിക്കിപീഡിയ നോക്കുമ്പോൾ മാർക്ക് ആന്റണി എന്നുള്ള പടമാണ് കാണുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആഡ് ഫിലിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലരും പറയും മോളുടെ കൂടെ വന്നു എന്ന് പറയും. അപ്പോൾ മോള് ക്രൈസ്റ്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മോളും ഇടവേള ബാബുവും കൂടെ പെയറായിട്ടൊരു ആഡ് ഫിലിം ഉണ്ടായിരുന്നു. അതിൽ റിസക്കില്ലേ, റിസബാബ പുള്ളിയായിരുന്നു അതിൽ, പുള്ളിയുടെ ഹൗസ് വാമി അതാണ് സീൻ. അപ്പം മോളും ഇവരുടെ കൂടെ ചെല്ലുന്നു, അങ്ങനെ ഇങ്ങനെ ഒരു ഇതാണ്. അപ്പം ഞാൻ മോളെയും കൊണ്ട് ചെന്നതാണ്. അവിടെ നിൽക്കുമ്പോൾ റിസബ പറയുന്നു, എനിക്ക് അവർ കൂടെ അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. എന്നാൽ റിസൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്, ഭയങ്കര ബഹളം നടത്തും. വേണമെങ്കിൽ ഞാൻ അവരുടെ കൂടെ അഭിനയിക്കാമെന്ന് പറഞ്ഞു. നമുക്കപ്പോൾ ഇങ്ങനത്തെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇടവേള ബാബു വന്ന് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. ബാബു പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നു. ആൾ പറഞ്ഞു അവൾക്ക് സമ്മതമാണെങ്കിൽ ചെയ്തോട്ടെ. പുള്ളി എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ്. അങ്ങനെ വെറുതെ നിന്ന് ഞാൻ അതേ ഡ്രസ്സിൽ തന്നെയാണ് ഒരു പാല് കാച്ചുന്ന ഒരു സീൻ ചെയ്തത്. അതാണ് ഫസ്റ്റ് ക്യാമറ.
പക്ഷെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് മേഘമൽഹാറാണ്, കമൽ സാറിന്. അതും ഇതുപോലെ തന്നെ ശരിക്കും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പം എനിക്കൊരു തയ്യൽ എംബ്രോയിഡറി സ്കൂളൊക്കെ ഉണ്ട് ചാലക്കുടിയിൽ. 10-15 കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു കമൽ സാറിൻ്റെ അസോസിയേറ്റ്, സലീം പടിയത്ത്, വൈഫ്, അവരെല്ലാവരും ഫാമിലിയൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് അതിൽ നിന്നാണ് എന്നെ ബിജു മേനോൻ്റെ ചേച്ചിയായിട്ട് മേഘമൽഹാർ എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്തത്. അതിലേക്കാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. അന്നേരം പിന്നെ ചേച്ചിക്ക് കോൺഫിഡൻസ് ആയി? ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിയുമ്പം നമ്മൾ ഇത് സിനിമ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മളൊരു പടം ചെയ്യില്ലേ, അഡ്വാൻസ് വാങ്ങി കഥ പറഞ്ഞ് അങ്ങനെ ചെയ്ത പടം എൻ്റെ ഹൃദയത്തിനുടമ ഭരത് ഗോപി സാറിൻ്റെ പടമാണ്. വാണി വിശ്വനാഥിൻ്റെ അമ്മയായിട്ടാണ്. അതാണ് ശരിക്കും നമ്മളൊരു ഒഫീഷ്യലായിട്ട് സിനിമ നിർമ്മിച്ചത്. മറ്റേത് കമൽ സാറിനെ വിളിച്ചു പോയി ചെയ്തു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കുറച്ച് ഇത് ഡ്രസ്സ് എടുക്കാൻ ഒരു പൈസയൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്ന് അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മൾ. സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്, അതായത് കഥയൊക്കെ എന്നോട് പറഞ്ഞു തന്ന് ഇന്നതാണ് വേഷം എന്നൊക്കെ പറഞ്ഞ് ഒരു 10-20 ദിവസം വർക്ക് ചെയ്ത് എൻ്റെ ഹൃദയത്തിൽ. അത് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നിട്ട് മീശമാധവനിലെ അതാണ് എനിക്ക് ബ്രേക്കായിട്ട് ഒരു പടം. അതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വലിയ ഭാഗ്യങ്ങളാണ് ദൈവം തന്നത്. ലാലിൻ്റെ, മമ്മൂക്കയുടെ, ജയറാം, സുരേഷ് ഗോപി തുടങ്ങി പൃഥ്വി, ഇന്ദ്രജിത്ത്, അതുപോലെ ചാക്കോച്ചൻ, ദിലീപ് പറഞ്ഞ എല്ലാവരുടെയും നായികമാരുടെ ഒക്കെ അമ്മയാവാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അംബിക മോഹൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ കാരണം 2-3 അംബികമാരുണ്ടല്ലോ. അംബിക മോഹൻ മീശമാധവനല്ലേ, ചേട്ടന്റെ പിള്ളാച്ചന്റെ ഭാര്യ. ഇപ്പോഴും ഫസ്റ്റ് റെഫറൻസ് പറയുമ്പോൾ ചിലപ്പോൾ അത് തന്നെയാണ്. ഞാൻ ചില സ്ഥലത്തിൽ ശാന്തമ്മ അങ്ങനെ പറയാറുണ്ട്. ഈ മീശമാധവൻ ഇറങ്ങിയതിന് ശേഷമാണോ ഒരു പക്ഷെ, അതോ എൻ്റെ ഹൃദയത്തിന്റെ ഉടമയ്ക്ക് ശേഷമാണോ സിനിമ ഒരു കരിയർ ആക്കാം, ഇതെന്റെ ഒരു ജീവിതമാർഗമാകും? അത് മീശമാധവൻ കഴിഞ്ഞ ശേഷമാണ്. മീശമാധവൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പറയില്ല, നമുക്കിങ്ങനെ കുറേ പടങ്ങൾ, സ്നേഹിതൻ, അങ്ങനെ പടങ്ങൾ അടുപ്പിച്ച്, പട്ടാളം, എനിക്കൊന്ന് ലാൽ ജോസ് സാറിന് തന്നെ കുറേ പടങ്ങളിൽ ചെയ്തു. എല്ലാത്തിനും നല്ല നല്ല വേഷങ്ങളായി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് പടങ്ങൾ വന്നുകൊണ്ടിരുന്നു. സ്നേഹിതനാണേലും, സ്നേഹിതൻ, നന്ദനയുടെ അമ്മ, അങ്ങനെ എന്നെ ഫർഗീസ്, അങ്ങനെ എല്ലാം നല്ല നല്ല ക്യാരക്ടറുകൾ വന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കാതെ ഞാൻ പോയൊരു സമയങ്ങളാണ്. സ്നേഹിതൻ പടം അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടോന്ന് അറിയില്ല. അതിന്റെ പാട്ടുകൾ രസകരമായിട്ടുള്ള പാട്ടല്ല, നമ്മൾ ഇപ്പോഴും ഇടയ്ക്ക് കേൾക്കുന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്ന ചാക്കോച്ചനായിരുന്നു പാട്ടുകൾ, ഭയങ്കര രസമായിരുന്നു. സുകുമാരി അമ്മയായിരുന്നു, നല്ലൊരു പടമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കസ്തൂരിമാൻ, മീരാ ജാസ്മിൻ്റെ അമ്മയായിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു, ഒരു പടം കഴിഞ്ഞ് ഒരു പടം അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഈ എനിക്ക് 2007-2008 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഒരു വർഷം 22 സിനിമകൾ വരെ, ഏറ്റവും അത് കുറവാണോ കൂടുതലെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 22 സിനിമകൾ വരെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൊന്ന് അന്ന് നാനയൊക്കെ ഉണ്ടല്ലോ, നാന, അങ്ങനെ അതിൽ ഫിലിം മാഗസിനിലൊക്കെ അംബിക മോഹൻ അമ്മവേഷത്തിൽ കൂടുതൽ ക്യാരക്ടർ ചെയ്ത് അമ്മമാരിൽ ഒരാൾ ഞാനായിരുന്നു. എന്നെ ഇങ്ങനെ കാണിച്ചിരുന്നു, ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ 22 സിനിമ എന്നൊക്കെ പറയുമ്പോൾ ക്യാരക്ടർ റോളാണ്. ഓക്കെ, ഓരോ സ്ഥലത്ത് 5 ദിവസം മതി അല്ലെങ്കിൽ 10 ദിവസം മതി. ഈ ഷെഡ്യൂൾസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അന്ന് കൂടെ വേറെ ആരാ, ഹസ്ബൻഡ് വരുമായിരുന്നു? എങ്ങനെയാണ്? ഇല്ല, ഞാനും എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടാവും. നമ്മുടെ മറ്റേ ഡേറ്റ് ഒക്കെ അപ്പോഴും ഞാൻ തന്നെയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കി നമ്മുടെ ഡേറ്റ് ഇന്നതാണ്, ഇതാണെന്നൊക്കെ പറയുന്നതൊക്കെ ഞാനാണ്. ഒരു കുട്ടി കൂടെ ഹെൽപ്പായിട്ടുണ്ടാവും, കാരണം നമ്മുടെ ബാഗും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ ഇപ്പൊ ഈ ഒരു ചാലക്കുടിയിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അപ്പം അത് പിന്നീട് ഇപ്പോഴും ഉണ്ടോ, അത് നിർത്തുകയാണോ ചെയ്തത്? അത് കുറേ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ കുട്ടികൾ തന്നെ അത് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. കാരണം പിന്നീട് എനിക്കത് ഭയങ്കര റിസ്ക് ആയി. കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇത് തുണികളൊക്കെ കറക്റ്റ് സമയങ്ങളിൽ കൊടുക്കാൻ പറ്റാതെ വരുന്നു. അത്രയ്ക്ക് നല്ലൊരു രീതിയിൽ പോയിരുന്ന ഒരു സ്ഥാപനം, ക്ലാസിക് ലുക്ക് എന്ന് പറഞ്ഞിട്ട്. നല്ല നല്ല കുട്ടികളായിരുന്നു അതിലുണ്ടായിരുന്ന എല്ലാ പിള്ളേരും. ഇപ്പൊ അത് മറ്റാൾക്കാർ നടത്തുന്നുണ്ട്. എന്നാലും അവരൊക്കെ നല്ല ഒരു ഇതിൽ ഇപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട്. നമ്മൾ ചെന്നാൽ ഭയങ്കര സ്നേഹമാണ്. ചേച്ചി യാദൃശ്ചികമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഒരു പക്ഷേ ഒരു വീട്ടമ്മ മാത്രം, വേറെ ഇപ്പൊ ഈ സ്കൂളുണ്ട്, അല്ലാതെ ഒരു വീട്ടമ്മ ബിസിനസ് കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് പെട്ടെന്ന് നമുക്ക് വരുന്നൊരു ഫെയിം വരുന്നു, നമ്മുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുന്നു, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻസ് മാറുന്നു. ഇതിനൊക്കെ സാമ്പത്തികം മാറുന്നതിനൊപ്പം തന്നെ നമുക്കൊരു ഫെയിം വരിക, നമ്മൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് കയറുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെങ്ങനെയാണ് ആ സമയത്തൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുവാണോ ചെയ്തത്, അതോ ഇതൊരു അത്ഭുതപ്പെടുവാണോ ചെയ്തത്? അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചന്ദ്രമോഹൻ, അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു പൊസിഷനിൽ ഇരുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ, പക്ഷെ അതൊക്കെ
അതൊക്കെ വിട്ട് നമ്മളൊരു സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതോ ഒരു ജനങ്ങൾ നമ്മളെ അറിയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെത്തി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അതിശയമായിരുന്നു. കാരണം നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ ആൾക്കാർ അറിയുക, നമ്മളെ അവർ സ്നേഹിക്കുക, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ. തീർച്ചയായിട്ടും. ഈ സിനിമയിൽ കൂടുതൽ അമ്മ വേഷങ്ങളാണ്, പോസിറ്റീവ് വേഷങ്ങളാണെന്ന് ഞാൻ നോക്കിയിട്ട് നെഗറ്റീവ് വേഷങ്ങൾ വളരെ കുറവാണ്. ഈ സിനിമയിൽ അമ്മ എന്ന് പറയുമ്പോൾ കവിയൂർ പൊന്നമ്മയുണ്ട്, അതുപോലെ KPS ലളിത, അങ്ങനെ ഒരു വിരലെണ്ണാവുന്ന അമ്മമാരാണ് നമുക്കുള്ളൂ. വലിയ വലിയ നമ്മൾ വിചാരിക്കാത്തത്രയും വലിയ ഇതുള്ള അമ്മമാരാണ്. ഞാനൊക്കെ എന്താ പറയുക, അവരെയൊക്കെ ഞാൻ തൊഴുകുന്നു. അത്ര വലിയ പൊസിഷനിലുള്ള ആൾക്കാരാണ്. നമുക്കൊന്നും അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പോലും പറ്റത്തില്ല. കവിയൂർ പൊന്നമ്മ അമ്മ നമ്മളിപ്പോൾ വീട് പറഞ്ഞിട്ടൊരു ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. ഈ സിനിമയിലെ ഇപ്പം ഈ പട്ടാളമൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ജ്യോതിർമയുടെ അമ്മ ഇന്നസെന്റ് ആണ്. ഈ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇന്നസെന്റ് സാറിനൊക്കെ പേഴ്സണലി അറിയാവുന്നതാണ് ചോദിച്ചത്. വളരെ രസകരമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അന്നുള്ള എല്ലാവരും ഇപ്പോഴും എന്നോട് സ്നേഹത്തോടു കൂടിയാണ്. കാരണം ആ സുഹൃത്തെ ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. എന്നുകൊണ്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ അവരെ വിളിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ എവിടെ കണ്ടാലും നമ്മൾ ആ ഒരു സ്നേഹമുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ അഭിനയിച്ച കുട്ടികളാണെങ്കിലും ആ അമ്മ എന്നുള്ളൊരു സ്നേഹമുണ്ട് എന്നോട്. ഈ ഇപ്പൊ എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? എണ്ണ വെച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വെച്ചിട്ടില്ല. എന്തായാലും 350 മുകളിലേക്ക് 400. 25 വർഷം 350-400 സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു എന്തായിരിക്കും മനസ്സിൽ കൂടെ പോകുന്നത്, പെട്ടെന്ന് വരുന്നത് എന്തായിരിക്കും? അതെ, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് ഈശ്വരൻ തന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ വിചാരിക്കാതെ നമുക്ക് ദൈവം തന്നൊരു ഭാഗ്യം. പക്ഷേ എനിക്ക് എൻ്റെ മോള് ഡാൻസറാണ്. അപ്പം ഞാൻ മോള് ഒരു പൊസിഷനിൽ കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അതേ പറഞ്ഞു, ഈശ്വരൻ എന്താണോ വയ്ക്കുന്നത് അതേപോലെ നമ്മൾ പോവുള്ളൂ. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാൻ അത് മോളെ അഭിനയിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്, പക്ഷെ ആക്ട്രസ് ആയത് ചേച്ചി. അതെ, മോളിപ്പോ പിന്നീട് സിനിമയിലേക്ക്, എനിക്ക് തീർത്ഥാടനം ആണ് ചെയ്ത സിനിമ, അതിനുശേഷം പിന്നീട് സിനിമ ചെയ്തില്ല. പക്ഷെ ഡാൻസ് കൊണ്ടുപോകുന്നുണ്ട്, അത് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്, പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വനിതാരത്നം വിന്നറായിരുന്നു, സന്ധ്യാദീപം അവതാരികയായിരുന്നു. എൻ്റെ കൂടെ ജോലിയുണ്ട്, ഇപ്പോൾ റവന്യൂവിൽ വർക്ക് ചെയ്യുന്നു, പോകുന്നു. മൂത്താളും നന്നായി ഡാൻസ് ചെയ്യുന്ന ആളാണ്. പിന്നെ സ്കൂളായതുകൊണ്ട് അവളുടെ ഡാൻസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഡാൻസ് സ്കൂളുണ്ട്? അല്ല, ഡാൻസ് അല്ല, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, ടീച്ചറാണ്. പക്ഷെ അപ്പൊ അവൾക്ക് കുട്ടികളുടെ കൂടെ കൂടിയിട്ട് ഡാൻസും ഒക്കെ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. മക്കളുടെ രണ്ടുപേരും പേര്? മൂത്താള് ദിവ്യ, രണ്ടാമത്തെ ആള് റോമി. രണ്ടുപേരും റോമി. അത് അങ്ങനെ രണ്ടുപേർക്ക് ഡിഫറെന്റ് പേര്. ദിവ്യ വിദ്യ എന്നായിരുന്നു പേര്. ഇപ്പൊ ഈ റോമി എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര നിറമാണ്. മൂത്താൾക്ക് നിറം കുറവും, രണ്ടാമത്തെ നിറം കുറവെന്നല്ല, രണ്ടാമത്തെ ആളെ അപേക്ഷിച്ചിട്ട് നിറം. അപ്പം ഇത് ഭയങ്കര നിറമായിട്ട് കൈയൊക്കെ ഇങ്ങനെ നിറയെ രോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രോമച്ചൻ മെന്നു എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഇവളുടെ മൈൻഡിൽ മുഴുവൻ രോമച്ചൻ എന്നുള്ള പേര് വിട്ടിട്ട് അപ്പം നമ്മൾ ദിവ്യ വിദ്യ എന്ന് ഇട്ടിരുന്നത്. സ്കൂളിൽ പോയപ്പോഴൊക്കെ എനിക്ക് രോമച്ചൻ മതി, വിദ്യ വേണ്ട പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് സിസ്റ്റേഴ്സാണ് റോമിന്ന് ഇട്ടത്. ആളൊരു സെൻറ്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു രോമച്ചൻ ഇടാൻ പറ്റില്ല, അപ്പം നമുക്ക് റോമിച്ചൻ എന്ന് വിളിക്കാം, റോമിന്ന് പേരാക്കാന്ന് പറഞ്ഞിട്ടാണ് മാറ്റി റോമിന്നാക്കി. റോമി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടോ മര്യാദക്ക് വിദ്യാർത്ഥിയുടെ പേര് മതി? അതെ, ദിവ്യ വിദ്യ നമ്മൾ തിരിച്ചിട്ടാണ്. ദിവ്യ അതെ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ച പോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവില്ലേ രണ്ടുപേരുടെ പേര്? അച്ഛൻ ഹിന്ദു എന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. റോമി ചന്ദ്രമോഹൻ നായുണ്ട്. അപ്പൊ എല്ലാവരും അമ്മ ക്രിസ്ത്യൻ ഫാമിലിയാണോ എന്ന് ചോദിക്കാറുണ്ട് അവളോട്. ഓക്കെ, രണ്ടുപേരും പിന്നീട് ഈ മൂത്തയാളുടെ മകനാണ് ഇൻസ്റ്റാഗ്രാമിൽ? അല്ലല്ല, രണ്ടാമത്തെ ആളുടെ മകനാണ്. അത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്? ഇപ്പൊ അവൻ +2-ലേക്കായി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ചേച്ചി കമന്റ് ഇടുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, അവനാണ് കമന്റുകൾ ഇടുന്നത് മുഴുവൻ. നല്ല മിടുക്കനാണ്, നല്ല ഇതാണ്. പക്ഷെ എന്നോട് ചോദിക്കാണ്ടൊന്നും ചെയ്യില്ല, എല്ലാം എന്നോട് ചോദിച്ച എന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് അവൻ ചെയ്യുന്നത്. ചേച്ചിയുടെ അക്കൗണ്ട് അവന്റെ ഫോണിലുണ്ട്? ഇല്ല, എന്റെ കയ്യിൽ തന്നെ ഉള്ളൂ. ഇവിടെ വരുമ്പോഴാണ് ഇടുന്നത്, അല്ലാത്ത സമയത്ത് ഞാനാണ് ഇടുന്നത്. ഈ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കാറുണ്ട് ചേച്ചി? മുഴുവൻ വായിക്കും, നമ്മൾ ഒരു രസമാണല്ലോ വായിക്കാറുണ്ട്. ഞാൻ വായിക്കാറുണ്ട്, വായിച്ചു നോക്കാം. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നേ ഉള്ളൂ, അപ്പം അത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും പോവാം. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമില് താഴത്തെ കമന്റ്സ് വായിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഈ ചിരി വന്നു, ഇത്രയും വൈബാക്കുന്ന ഒരു ഇട്ടേക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സമയം കണ്ടെത്തുന്ന ആളാണോ? എങ്ങനെയാണ് ഈ സിനിമ ഇല്ലാത്ത ഒരു സമയത്ത്? എനിക്ക് ചേച്ചി ഷോസ് വരെ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരു സമയം ഞാൻ വെറുതെ ഇരിക്കാറില്ല. കാരണം വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് എനിക്കത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഉള്ള സമയം സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ നോക്കാറുണ്ട്, ഇല്ലാത്ത സമയം ഷോസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുമായിട്ട് ആ ഒരു ഇതുണ്ട്. പിന്നെ ഇതിനിടയിൽ സീരിയൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സിനിമ കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾ വീട്ടിൽ വിഷമിച്ചിരിക്കാതെ ആ സമയം സീരിയൽ ചെയ്യും.
അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഫിലിം ചെയ്യും. അഭിനയിക്കുക എന്നുള്ളതാണ്. അഭിനയിക്കുക. അതിപ്പോൾ വലിയ വേഷമാണെങ്കിലും ചെറിയ വേഷം എടുത്തു നോക്കിയാൽ അറിയാം. ഞാൻ വലിയ വേഷവും ചെയ്തിട്ടുണ്ട്, ഒരു സീനുള്ള വേഷവും ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഏതാണോ വരുന്നത് അത് ഞാൻ പോയി ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഒരു സീനുള്ള വേഷം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മീശമാധവൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ചേച്ചിയുടെ മനസ്സിൽ പെട്ടെന്ന് പറയുമ്പോൾ വരുന്ന ഒരു വേഷം ഏതായിരിക്കും? പെട്ടെന്ന് ഫസ്റ്റ് ചേച്ചിയുടെ മനസ്സിൽ ഒരു വേഷം? എനിക്ക് കസ്തൂരിമാനൊന്നും മറക്കാൻ പറ്റാത്ത വേഷങ്ങളാണ്. കാരണം അത് ലൂയിസ് സാറിൻ്റെ പടത്തിലും മീര ജാസ്മിൻ അമ്മയുടെ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഗ്ലിസറിൻ ഇല്ലാണ്ട് എന്നെ കരയിപ്പിച്ചത്, ഡബ് ചെയ്യിപ്പിച്ചതൊക്കെ. അത് എനിക്ക് ഞാൻ ഗ്ലിസറിൻ വാങ്ങാൻ വേണ്ടി നിൽക്കും, നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം സാറ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഈ ഗ്ലിസറിൻ തപ്പി ഇങ്ങനെ നിൽക്കുക, കുട്ടി വന്നിട്ടില്ല. ഞാൻ എവിടെ എന്താണ് അമ്പിയക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ സാർ ഗ്ലിസറിൻ കിട്ടിയിട്ടില്ല, കരയായിരുന്നു. പിന്നെ ഒരു വരവ് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഗ്ലിസറിൻ ഉണ്ടെങ്കിലേ നിങ്ങൾ കരയുള്ളൂ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭർത്താവ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കരയുന്നു? ഞാൻ വാവിട്ട് കരഞ്ഞു, സാർ പേടിച്ചിട്ട് എങ്ങനെ ഇനി എടുത്തോളാൻ പറഞ്ഞു, ഷോർട്ട് എടുത്തോളാം. ഞാനന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിനുശേഷം സാറിൻ്റെ പടങ്ങൾ ചെയ്തു, ചക്രമൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, പറഞ്ഞു തന്നു സാർ കരയാൻ നേരത്തും നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നെ ടെൻഷനായി എനിക്ക്. അതുപോലെ ലോയി സാറിൻ്റെ പടം ചെയ്യുന്ന സമയത്ത് തമാശ എന്ന് വെച്ചാൽ ലോയി സാറിൻ്റെ റൺവേ ചെയ്യാൻ ചെല്ലുമ്പം സാറിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം സാർ നിൽക്കുമ്പോൾ തന്നെ ആ റൺവേയിൽ മുരളിച്ചേട്ടൻ്റെ ഭാര്യ സോറി ജോഷി സാറിൻ്റെ. അപ്പോൾ ജോഷി സാർ വൈറ്റും ഒക്കെ ഇട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ദിലീപിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ് സാറിനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ദിലീപിൻ്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. അപ്പം ഞാൻ ചെല്ലാൻ പറഞ്ഞു, നന്നായി ചെയ്തോളൂ, നന്നായി ചെയ്തില്ലെങ്കിൽ സാർ ചീത്ത വിളിക്കും, വിളിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, സാർ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായിട്ടേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ സീനെന്ന് വെച്ചാൽ കരയാണ്. കാരണം മുരളിച്ചാറിൻ്റെ കാല് മുറിച്ച് കെട്ടിപ്പിടിച്ച്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സീൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ജോഷി സാർ ഗുഡ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ സാറിനെ തിരിച്ച് ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദിലീപിനെ ഇങ്ങനെ നോക്കിയത് നോക്കണ്ട, അടുത്തേൽ ചീത്ത വിളിക്കും. ഞാൻ പിന്നീട് അത് സാറിനോട് പറഞ്ഞു, സാർ ഗുഡ് നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. അത് നമുക്കൊരു ആ ഒരു ഗുഡ് വന്നതോടുകൂടി എനിക്കൊരു സമാനം. പിന്നെ സാറിൻ്റെ കുറേ പടം ചെയ്തു ഞാൻ. ഇപ്പോ ഈ പറഞ്ഞ പോലെ ഈ ദിലീപേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ലൊക്കേഷനിൽ പറ്റിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ? ഇവരൊക്കെ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്നാന്ന് വെച്ചാൽ അമ്പിളിച്ചാട്ടനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പിളിച്ചാട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഒരു 10-16 പടങ്ങളും ചെയ്തു, ഭാര്യയായിട്ട് മാത്രം. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഞാനൊരു ആഡ് ഫിലിം എടുത്തു. ആ സമയത്ത് എനിക്കെന്ന് വെച്ചാൽ ആഡ് ഫിലിം കുറേ ചെയ്ത സമയങ്ങളാണ്. അപ്പോൾ ഒരു റെപ്കോ വെളിച്ചെണ്ണയുടെ പരസ്യം ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ എടുത്തിട്ട് എനിക്ക് തിരിച്ചിങ്ങ് പോരണം, ഈ പരസ്യം പിറ്റേ ദിവസം ചെയ്യണം. അപ്പോൾ ഞാൻ ആ ലൊക്കേഷനിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ആ ദിവസം ഇല്ല. അപ്പോൾ എനിക്കറിയാം എനിക്ക് ഓൾറെഡി ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഡയറക്ടർ പറഞ്ഞു പിറ്റേ ദിവസം അമ്പിളിച്ചേട്ടൻ വരും, അപ്പോൾ നിങ്ങൾ പോയാൽ ശരിയാവില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് പോകണം, എൻ്റെ അപ്പോൾ അമ്മൂമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, അവസാനമായിട്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഒന്ന് പറയട്ടെ. അങ്ങനെ ചേട്ടൻ അത് കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെ വളർത്തി വലുതാക്കിയല്ലേ നിങ്ങളുടെ അമ്മൂമ്മ, പോ ഞാൻ പറയാമെന്ന് പറഞ്ഞ ഡയറക്ടർ. അവരുടെ അമ്മൂമ്മ എന്തോ അവരെ വളർത്തി ഇത്ര വലുതാക്കി, ഇപ്പോൾ എന്തോ മരിക്കാൻ കിടക്കുക, അവരൊന്ന് പോയി കാണട്ടെ എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ ഞാൻ രാവിലെ വന്നോളാം വെളുപ്പിന്. അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ 6 മണിക്ക് അമ്പിളിച്ചേട്ടൻ എത്തും, ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. ഒന്ന് പിറ്റേ ദിവസം സന്തോഷമായിട്ട് ഞാൻ ഷൂട്ടിന് റെപ്കോയുടെ പരസ്യത്തിന് വേണ്ടി ചെന്ന് കയറുമ്പോൾ ചാരുകസേരയിൽ അമ്പിളിച്ചേട്ടൻ ഇരിക്കുന്നു. എൻ്റെ നെഞ്ചൊന്ന് കത്തിയിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഇവിടെ ഇരിക്കണേ, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ അതിലെ കൺട്രോളറോട് ചേട്ടനാണ് ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്കിത് ചെയ്യണ്ട, എനിക്ക് പോയാൽ മതി. എന്നിട്ട് ഞാൻ അയ്യോ അങ്ങനെ പറഞ്ഞപ്പോൾ വേഗം പോയി മേക്കപ്പ് ഇടുന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഒരു എന്നെ ഇങ്ങനെ വന്നതാണോ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ വെച്ച് ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടൻ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ നേരെ ഉള്ളിൽ കയറി പോയി മേക്കപ്പ് കിട്ടി തന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചേട്ടാ ഇത് അവിടെ പോയി പറയരുത് ചേട്ടാ. എന്ത്? ഞാൻ പറഞ്ഞല്ല ഞാൻ അമ്മൂമ്മ അതെന്ത് എന്ന് പറഞ്ഞ് ചേട്ടൻ പിന്നെ അതിനെക്കുറിച്ചും സംസാരിക്കുന്നേയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്ന് ലൊക്കേഷനിൽ എനിക്ക് സമാധാനമായി. ഞാൻ ലൊക്കേഷനിൽ ചെന്ന് അപ്പോൾ എല്ലാവരും എന്നോട് എങ്ങനെയുണ്ട് അമ്മൂമ്മയ്ക്ക്, ഞാൻ കുഴപ്പമില്ല, എന്നെ കണ്ടപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരോടും ഇപ്പോൾ അസോസിയേറ്റ് വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ ഇല്ല ആ ചെന്നത് നന്നായി കേട്ടോ, അതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം എന്താ അമ്മൂമ്മ എന്തോ റെപ്കോ വെളിച്ചെണ്ണ വെച്ച് കുളിക്കുകയാണ് അല്ല അംബിക, അവരെ കുളിച്ച് കിടന്നു എന്ന് തോന്നൂല്ലേ. അപ്പം നമ്മൾ ചേട്ടാ ഇത് ഇടയ്ക്കിടയ്ക്ക് റെപ്കോ ലാസ്റ്റ് ഡയറക്ടർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഡയറക്ടറിനെ വിളിച്ചു പറഞ്ഞു ഇനി മേലിൽ ഇങ്ങനെ നുണ പറഞ്ഞു പോകരുത്, കാരണം നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ കാര്യം പറയണം. അങ്ങനെയൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ റെപ്കോ വിളിച്ചെണ്ണ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞു
അമ്മമ്മ ഇപ്പം വെളിച്ചെണ്ണ റെപ്കോ തേച്ചാണ് കുളിച്ചു. അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ മിണ്ടാതെ അങ്ങോട്ട് പോകും, തിരിച്ച് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരുമാതിരി ഓരോന്നൊക്കെ ഉണ്ട്.